ആ മാംഗോ സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ മാംഗോ ജ്യൂസാണ്. ജസ്റ്റ് മാംഗോ സിറപ്പ് ഒഴിച്ചു, അതിൻ്റെ കൂടെ അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഒരു 6 മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി കഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ ഇതേമാതിരി അടിച്ച് എടുക്കുക. നമ്മളിത് അരച്ച് കൊണ്ടുവരാം. അടി കട്ടിയുള്ള ഉരുളി എടുത്തിട്ട് അരിപ്പയിൽ, വലിയ അരിപ്പയിൽ ഇതൊഴിച്ച് ഇതിങ്ങനെ അരിച്ചെടുക്കണം. ഇതിപ്പോൾ അരിച്ചില്ലെങ്കിൽ മാങ്ങയുടെ നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നല്ല നൈസായിട്ട് ജസ്റ്റ് മാറ്റണം. അല്ലെങ്കിൽ നമുക്കത് ജ്യൂസ് കുടിക്കുമ്പോൾ നാര് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പൾപ്പ് മൊത്തം മാറ്റി എടുക്കേണ്ടത്. ഈ മാങ്ങയുടെ നാരാണ് ഇതൊക്കെ. ഇത് നമ്മൾ കഴിഞ്ഞ് ഇത് കളയാം. അത് നമ്മൾ ജെല്ല് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെള്ളം വറ്റുന്നത് വരെ ഇങ്ങനെ ഇളക്കണം. അത് അടി പിടിക്കാതെ നമ്മൾ നോക്കണം. അടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുകച്ചവയോ വരുന്നുണ്ട്. അത് 15 മിനിറ്റ് നമ്മൾ ഇളക്കി കൂട്ടിയില്ല. അപ്പോൾ മാങ്ങയുടെ നമ്മൾ പൾപ്പാണ് പൾപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ നല്ലോണം ഇതായി കുറുക്കി തുടങ്ങി കഴിഞ്ഞാറായി. ഇനി അതിൽ നമ്മൾ ശർക്കര, അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ട് മാങ്ങയുടെ പൾപ്പ് നമ്മൾ നന്നായിട്ട് കുറുക്കണം. കുറുക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ ശർക്കര പാനീയം ഒഴിക്കണം. അപ്പം അതിനുള്ള ശർക്കര നമ്മൾ കണക്കില്ല. നമുക്ക് മാങ്ങയ്ക്ക് നല്ലോണം മധുരം ഉണ്ടെങ്കിൽ ശർക്കര കുറച്ച് മതി. ശർക്കരയും പഞ്ചസാരയും ചെയ്യാട്ടെ. ഞാനിപ്പോൾ ഇതിവിടെ കുട്ടികൾക്കല്ലേ വിചാരിച്ചിട്ട് ശർക്കരയാണ് ചെയ്യുന്നത്. പഞ്ചസാര നല്ലത് കുട്ടികൾക്ക് ശർക്കരയാണ്. അതെ, ശർക്കരയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഇടണം. നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ശർക്കര പാനീയം ഇനിയിപ്പോൾ നമ്മൾ അരിച്ച് വയ്ക്കുകയാണ്. നമ്മൾ മാങ്ങയുടെ പൾപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കും അത് ഇതിപ്പോൾ പിള്ളേർക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പഞ്ചസാര ആയിരിക്കും. എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടാവും എന്ന് തന്നെ നമുക്കറിയില്ല. വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം. ഒരു ടേസ്റ്റ് വ്യത്യാസവും നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കര യൂസ് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ നമുക്കറിയാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ധൈര്യമായിട്ട് പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനും പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന സംഗതിയാണ്. അപ്പോൾ ഇതിപ്പോൾ ശർക്കര പാനീയം ഇതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് ചെയ്ത് ഇത് കുറുകണം. പിന്നെ നമ്മൾ കൈവിടാണ്ട് ഇളക്കി തന്നെ കൊടുക്കണം. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ ഇതിന് ഈ മാങ്ങയുടെ പൾപ്പും ശർക്കരയും കൂടിയിട്ട് നമ്മൾ കുറുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ 2 വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് നല്ലോണം യോജിപ്പിക്കണം. യോജിപ്പിച്ച് ഇതിൻ്റെ വെള്ളം വറ്റണം അല്ലേ? വെള്ളം വറ്റണം. നന്നായിട്ട് വെള്ളം വറ്റുന്നത് നമുക്ക് ശർക്കരയും മധുരവും ഈ മാങ്ങയുടെ ഇതും പിന്നെ നാരങ്ങ നീരും കൂടിയിട്ട് യോജിപ്പിച്ച് നല്ലോണം ഇതാവണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വറ്റിക്കുക കട്ടയാക്കണ്ട. ഇത് നമ്മൾ കുപ്പികളിലൊക്കെ കുപ്പി വലിച്ചു. അപ്പോൾ ഇത് നമ്മൾ സിമ്മിലാണ് വെച്ചേക്കണത്. അപ്പോൾ നന്നായിട്ട്
യോജിപ്പിക്കണം അല്ലേ? അതെ. ഇത് നാരങ്ങ നീരും അതെല്ലാം ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് നന്നായി തിളയ്ക്കണം. ഇത് തിള വരണം. തിളയും വരണപ്പോൾ നല്ല എല്ലാം നല്ല യോജിപ്പായിട്ട് വന്നിട്ട് കേട്ടോ. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് കുപ്പി വെള്ളമാക്കി വയ്ക്കാം. അപ്പോൾ ഇപ്പം മാങ്ങ സീസണാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ശരിക്കും ഞാൻ കുടിച്ചതുമാണ്. നല്ല ടേസ്റ്റാണ് ശരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കണതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഈ മാംഗോ ജ്യൂസ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. പിന്നെ ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. ഫ്രീസറിൽ വേണ്ട, ഫ്രിഡ്ജായാലും മതിയാണ്. ആണോ, ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഇത് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും? 1 വർഷം വരെ ഉപയോഗിക്കാം. 1 വർഷം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് കുടിക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം ജ്യൂസ് കൊടുക്കാൻ. നമ്മുടെ മാംഗോ സിറപ്പ് റെഡിയായി. ഇനി നമ്മൾ ബൗൾ വെള്ളമാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇത് ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. എപ്പോൾ ആവശ്യമുണ്ട് അതെടുത്തിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് ആ മാംഗോ സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയ മാംഗോ ജ്യൂസാണ്. ജസ്റ്റ് മാംഗോ സിറപ്പ് ഒഴിച്ചു. അതിൻ്റെ കൂടെ അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ് ചെയ്ത് മിക്സ് ചെയ്തു. ഇത്രയും എളുപ്പമാണ്. ഞങ്ങളുടെ മാംഗോ ജ്യൂസ് ഭയങ്കര ടേസ്റ്റിയാണ്.